പ്രിയമുള്ളവരെ, എല്ലാവർക്കും മേക്കിംഗ് ബെറ്റർ ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജൂലൈ 5നെ കുറിച്ചാണ്. ജപ്പാനിലെ ഒരു പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് വളരെ വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ളൊരു സൂചനകളൊക്കെ തന്നതിൻ്റെ പേരിൽ ലോകം മുഴുവനും ഒരു ദുരന്തത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു വിഷയം, നമ്മുടെ ചാനൽ ഹാപ്പിനെസ് ചാനലാണ്. അപ്പോൾ എന്തിനാ ദുരന്തത്തെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയേക്കാം. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്തങ്ങൾ വരികയും പോവുകയും ചെയ്യും, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ദുരന്തം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നമ്മളിൽ എത്ര പേര് നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോട് വഴക്കിട്ട് ഇരിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയോട് വഴക്കിട്ടിരിക്കുന്നുണ്ട്, മക്കൾ മാതാപിതാക്കളോട് വഴക്കിട്ടിരിക്കുന്നു, മാതാപിതാക്കൾ മക്കളോട് വഴക്കിട്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു മകളെ അപ്പനും അമ്മയും ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തുകയുണ്ടായി. നിസ്സാര കാര്യങ്ങളിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാതെ നമ്മൾ അവരോട് വഴക്കിടുകയും അവരുമായിട്ട് ചിലപ്പോൾ ഒരാളുടെ മരണത്തിന് പോലും കാരണക്കാരായി പോവുകയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളതിനെ തരണം ചെയ്യാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, ദൈവത്തിലോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു മധ്യസ്ഥ ശ്രമത്തിനൊക്കെ ശ്രമിക്കാം. നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ മറ്റൊരാളെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്. ഇനി ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ തന്ത്രിയോട് സംസാരിക്കാം, മുസൽമാനാണെന്നുണ്ടെങ്കിൽ മൗലവിയുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു മധ്യസ്ഥനെ വെച്ചുകൊണ്ട് രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിയെ ഇതിൻ്റെ നടുക്ക് നിർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ രമ്യതപ്പെടുത്തി സമാധാനത്തിലൂടെ പോകാനായിട്ട് ശ്രമിക്കണം. പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലോകം അവസാനിപ്പിക്കുക. ഇപ്പം മകളെ കൊന്നതിലൂടെ മകളുടെ ലോകം അവസാനിച്ചു, ആ അപ്പനും അമ്മയൊക്കെ ഇനി ജയിലിൽ കിടക്കുന്നു, അവരുടെ ജീവിതമൊക്കെ അവസാനിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ അവസാനിക്കാനുള്ളതല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടാവണം. അത് നമ്മൾ മാക്സിമം സന്തോഷത്തോടുകൂടി പോകാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതം എത്ര നാളുണ്ടാവും നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ദുരന്തങ്ങളാവട്ടെ അല്ലെങ്കിൽ അസുഖങ്ങളാവട്ടെ, പല പല പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മരണം സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിമിഷം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലുമായിട്ട് നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് മറ്റുള്ളവർ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു വഴക്കുണ്ടായിട്ടുണ്ടോ, ആ വഴക്കുകൾ സോൾവ് ചെയ്യാനായിട്ട് ഈ നിമിഷം നമുക്ക് ഉപയോഗിക്കാം. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ സോറി പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദുരന്തങ്ങൾ വരിക പോവുക ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഈ ഒരു നിമിഷം നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ മരണം സംഭവിച്ചേക്കാം, പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.